ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ചാൽ എന്ന് വേറെ ടൈപ്പ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ബോറടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ വേറെ നിവർത്തിയൊന്നുമില്ല, നമ്മളെങ്ങോട്ടും പോകുന്നില്ലല്ലോ. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ തന്നെയല്ലേ കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഈ ഡോറൊക്കെ തുറന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ജസ്റ്റ് ഒന്ന് എനിക്കിങ്ങനെ വീക്ഷണമുണ്ട് കേട്ടോ രാവിലെ എഴുന്നേറ്റ്. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള കോളാമ്പിപ്പൂവൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കോളാമ്പിപ്പൂവൊക്കെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് ചപ്പാത്തിയും തക്കാളിക്കറിയാണ് കേട്ടോ ഇന്ന് രാവിലെ ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ കഴിക്കുന്നുണ്ട്. ചേട്ടായി എടുക്കുന്നുണ്ടെന്ന് ആ കൂടെ ഒന്ന് ഞാനും കൂടെ ഒന്ന് കഴിച്ചേക്കാമെന്ന് ഓർത്തു. ഒരുമിച്ചിരുന്ന് കഴിക്കാമല്ലോ. അപ്പോഴത്തേനും അതൊക്കെ ചേട്ടായി എടുത്തുകൊണ്ട് പോയതിൻ്റെ പുറകെ ഞാനും കൂടെ കഴിക്കാനെടുത്തു. ചേട്ടായി ആണ് കേട്ടോ കൊച്ചിന് കൊടുക്കുന്നത്. ചേട്ടായി കൊടുക്കുമ്പോൾ ഫോൺ വെച്ച് കൊടുക്കും, ഞാൻ കൊടുക്കുമ്പോൾ ഫോൺ വെച്ച് കൊടുക്കത്തില്ല. അതാണ് വ്യത്യാസം കേട്ടോ. അപ്പോൾ കഴിക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ വാശി, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നല്ല വിശപ്പുണ്ടെങ്കിൽ എല്ലാത്തേക്ക് കഴിച്ചോളും. പിന്നെ ചേട്ടായി ഇച്ചിരി താമസിച്ചാണ് കേട്ടോ പോയത്. അപ്പോൾ ഫോണൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ വീടിനകത്തോടെ കുടയൊക്കെ ചുറ്റി നടക്കുകയാണ്, മഴയാന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവളങ്ങനെ നടക്കുന്നു. ഞാൻ എനിക്ക് ഇനിയും പണികൾ കിടക്കുകയാണ്. നമ്മൾ കഴിച്ചതിൻ്റെ പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇന്നിപ്പോൾ എനിക്ക് മൂന്നാമത്തെ ദിവസമായിട്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. നടുവേദനയൊക്കെ കുറഞ്ഞു. ബ്ലീഡിങ് ഒക്കെ ആണെങ്കിലും ഓക്കെ ആയി വരുന്നു. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പാത്രമൊക്കെ കഴുകി വെക്കുന്നുണ്ട്. കൈയോടെ അങ്ങ് കഴുകി വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ പാത്രമൊക്കെ കഴുകി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കഴിച്ച പാത്രമേ ഉള്ളൂ കേട്ടോ. രാവിലെയൊക്കെ ഞാൻ കഞ്ഞിക്കലമൊക്കെ കഴുകി വെച്ചായിരുന്നു. അതുകൊണ്ട് കഴിച്ച പാത്രം മാത്രമേ ഉള്ളൂ. അത് പെട്ടെന്ന് കഴുകി വെക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ എപ്പോഴും ഓർക്കും കേട്ടോ. നമ്മൾ തുണിയൊക്കെ കഴുകാൻ വാഷിംഗ് മെഷീനൊക്കെ കണ്ടുപിടിച്ചിട്ടില്ലേ, അതുപോലെ പാത്രം കഴുകാൻ എന്തെങ്കിലുമൊക്കെ മെഷീൻസ് കണ്ടുപിടിക്കാനും നല്ലതായിരുന്നു. ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ മെഷീൻസൊക്കെ കഴുകി വെക്കുമ്പോൾ നല്ല വൃത്തിയാവുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഡൗട്ടുണ്ട് കേട്ടോ എനിക്ക്. കാരണം നമ്മൾ കൈകൊണ്ട് കഴുകുമ്പോൾ ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ മെഷീനകത്തൊക്കെ ഇട്ട് കഴുകുമ്പോൾ കിട്ടുമോയെന്ന് എനിക്കറിയില്ല. എന്താണേലും എനിക്കിങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ ഇഷ്ടം. കാരണം എനിക്ക് എന്ത് പണിയെടുക്കാനും ഒരു മടിയില്ല കേട്ടോ. ചെറുപ്പം തൊട്ടേ ഞാനോരോ കാര്യങ്ങൾ ചെയ്താണ് വന്നത്. അതുകൊണ്ട് എനിക്ക് പണിയെടുക്കാനൊന്നും ഒരു മടിയില്ല. പിന്നെ നമ്മുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അതെല്ലാവർക്കും ഉണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് പണി ഇന്നത് ഇത് ചെയ്യാൻ അങ്ങനെ മടിയൊന്നുമില്ല കേട്ടോ. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴത്തേനും വയ്യാകിയൊക്കെ ആണെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല, അതെല്ലാവർക്കും അങ്ങനെയാണല്ലോ. പക്ഷേ അല്ലാണ്ട് എനിക്ക് പണി ചെയ്യാനൊന്നും, എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാനാണെങ്കിലും ഉണ്ടാക്കി നോക്കാനും എല്ലാം ഭയങ്കര എനിക്ക് ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. എനിക്ക് അങ്ങനെയൊന്നും ഒരു മടിയില്ല. അപ്പം രാവിലെയൊക്കെ നല്ല മഴ മൂടലാണ്. തുണിയൊക്കെ അലക്കാനുണ്ട്. തുണിയൊക്കെ അലക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഓർത്ത് ഞാനിങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. നമുക്ക് എന്നും തുണി അലക്കാനുണ്ട് കേട്ടോ. തുണി അലക്കാൻ ഒരു ദിവസം അലക്കിയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് തുണി കൂടും. അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും എപ്പോഴെന്ന് പറഞ്ഞ പോലെ അലക്കും. ഇപ്പോഴാണെങ്കിൽ അലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തുണിയൊക്കെ ഉണങ്ങുന്ന കാര്യം എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല. പക്ഷെ നമുക്കൊരു മുറി യൂസ് ചെയ്യാത്തതുകൊണ്ട് ആ മുറി അഴ കെട്ടിയേക്കുവാണ് കേട്ടോ. അപ്പോൾ ആ അഴയിലോട്ട് തുണിയെല്ലാം ഇടും. അങ്ങനെയാണ് ഇവിടെ ചെയ്യാറുള്ളത്. അപ്പോൾ പാത്രമെല്ലാം കഴുകി കഴിഞ്ഞു. അപ്പോൾ പാത്രമെല്ലാം കഴുകി കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി അവിയൽ കറി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അവിയൽ ചേട്ടായിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് കേട്ടോ. പക്ഷെ കുറേ നാൾ കൂടിയാണ് കേട്ടോ അവിയൽ വെക്കുന്നത്. കുറേ ദിവസമൊക്കെ കൂടി വെക്കുന്നത് എനിക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പച്ചക്കറി അരിഞ്ഞിട്ട് കഴുകരുതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അരിയുന്നതിന് മുമ്പ് തന്നെ കഴുകുന്നുണ്ട്. ഞാൻ പക്ഷേ ഓരോ പച്ചക്കറി എടുക്കുമ്പോഴും അതൊന്നും കൂടെ വാഷ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇടുന്നത്. ഇപ്പോൾ നമുക്ക് പച്ചക്കറി ഇച്ചിരി ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് വെക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ നമുക്ക് അവിയൽ എന്ന് പറയുന്നത്. അതൊരു ഇച്ചിരി മതി പച്ചക്കറി, ഒത്തിരി ഒന്നും വേണമെന്നില്ല അവിയലിന്. കാരണം നമ്മൾ അരപ്പും കൂടെ അരച്ച് ചേർക്കുമ്പോഴത്തേനും അത് ഒത്തിരി കറിയായി മാറും. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ അത് ആ മഴയുടേതാണ് കേട്ടോ. കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പെരുമഴയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ദിവസം ഈ വീഡിയോ എടുക്കുന്ന ഇന്നത്തെ ദിവസം തന്നെയാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഒരു ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഉച്ചയ്ക്കാണ് ഞാൻ എൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഓരോന്ന് എടുത്തിട്ട് ഓരോന്നും ഞാൻ കഴുകിയാണ് കേട്ടോ നമ്മുടെ കഷ്ണമെല്ലാം റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ അവിയൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിയൽ കാണാനും ഇഷ്ടം, കൂട്ടാനും ഇഷ്ടമാണ് കേട്ടോ. കാരണം സദ്യക്കൊക്കെ കൂട്ടുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു രസമാണ് അവിയൽ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ലൈറ്റിൻ്റെ കുറവുകൊണ്ടാട്ടോ നമ്മുടെ വീഡിയോയുടെ ക്ലാരിറ്റിയിൽ ഒരിത് കാണുന്നത്. കാരണം അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഫോണാണ്. അപ്പം ക്ലാരിറ്റി ഉണ്ടെങ്കിലും ലൈറ്റിൻ്റെ ഒരു വിഷയമുണ്ട് കേട്ടോ. നമ്മുടെ അടുക്കളയിൽ ഇച്ചിരി വെട്ടം കുറവാണ്, അതുകൊണ്ടാണ് കേട്ടോ ഇരുണ്ട് പോലെ തോന്നുന്നത്. അപ്പോൾ അവിയലൊക്കെ ഞാൻ തീയൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനോർത്ത് അടുക്കളയിൽ ഇങ്ങനെ നമ്മുടെ ചക്കക്കുരു സവോളയൊക്കെ വെക്കുന്ന കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ. അതെന്നാൽ ഒന്ന് ക്ലീൻ ആക്കിയേക്കാമെന്ന് ഓർത്തു. അതിൻ്റെ അകത്ത് കുറച്ച് നാളായിട്ട് ഞാൻ ക്ലീൻ ആക്കണം എന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഓരോ ദിവസമായിട്ട് ഓരോരോ ക്ലീനിങ് ചെയ്യുന്നത്. എല്ലാം കൂടെ ഒറ്റയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ മനുഷ്യരല്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസമെല്ലാം അമ്മ ഇതിൻ്റെ പൊക്കത്ത് കയറിയിട്ട് പാത്രങ്ങളെല്ലാം എടുത്ത് മാറ്റി. പാമ്പിനെ കണ്ടതിന് ശേഷം ക്ലീനിങ് ഇച്ചിരി കൂടുതലാണ് കേട്ടോ, പേടിച്ചിട്ട്. കാരണം നമ്മൾ അത്രയും സൂക്ഷിക്കണം. കാരണം എവിടെ ഈ സാമാനം കയറി ഇരിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലായിടവും ക്ലീൻ ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ തന്നെ ഞാനിപ്പോൾ അത്
സവോളയൊക്കെ ഇരുന്ന ആ ഭാഗം പേപ്പറൊക്കെ വെച്ച് തുടച്ച് ഒരു പുതിയ പേപ്പറൊക്കെ എടുത്തിട്ട് വൃത്തിയാക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം പെറുക്കി വെക്കും ഞാൻ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. നമുക്ക് പച്ചക്കറിയൊക്കെ വെക്കുന്ന ഫ്രിഡ്ജിനകത്താണ് കേട്ടോ. ഞാൻ കിഴങ്ങ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഫ്രിഡ്ജിനകത്ത് വെക്കാറില്ല. തേങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ വെക്കാറില്ല. സവോള ഇതൊന്നും ഞാൻ വെക്കാറില്ല. കാരണം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കേടായി പോകും, പുറത്ത് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യം തന്നെ പുറത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറുള്ളൂ. പച്ചക്കറിയും പാലും മോരൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ വെക്കാറുള്ളൂ. മോരുന്ന് തൈര് തന്നെ കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെ ഫ്രിഡ്ജിനകത്ത് വെക്കാറുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി ഗ്യാപ്പ് വന്നേക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഞാൻ കറി നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അവിയൽ കറിയൊക്കെ സെറ്റായി തീയലിരിപ്പുണ്ട്. അതൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് വേണം നമുക്ക് ഒരു ലേശം പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് സെറ്റാക്കി എടുക്കാൻ. അപ്പോൾ ഞാൻ ദേ പോയി നോക്കിയപ്പോൾ ആയിട്ടില്ലായിരുന്നു കേട്ടോ. കുറച്ച് നേരം കൂടെ ആവണമായിരുന്നു. അപ്പം എന്നാൽ പിന്നെ അതിൻ്റെ ബാക്കി അങ്ങ് ചെയ്തേക്കാമെന്ന് ഓർത്ത് ബാക്കിയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് എന്നാന്ന് വെച്ചാലുണ്ടല്ലോ, നമുക്ക് ഉള്ളി കഴിഞ്ഞ ദിവസം കുറേ മേടിച്ചായിരുന്നു കേട്ടോ. കുറേ മേടിച്ചപ്പോഴത്തേനും എല്ലാം കൂടെ ഞാൻ ഒറ്റയടിക്ക് അങ്ങ് എടുത്ത് കുടഞ്ഞിട്ടു. അതാണ് പറ്റിപ്പോയത്. അപ്പോൾ ഈ ഉള്ളി പൊളിക്കുമ്പോൾ ഉള്ള ഈ ചടയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു മുട്ട പൊരിച്ചാൽ തന്നെ ഉണ്ടല്ലോ, ആ ഉള്ളി പൊളിച്ചിട്ട് അത് അവിടെ അങ്ങ് ഇടും. അപ്പോൾ അതിൻ്റെ എല്ലാം വേസ്റ്റുകൾ ഇങ്ങനെ അവിടെ കിടക്കുമായിരുന്നു കേട്ടോ. അത് മൊത്തത്തിലങ്ങ് എടുത്ത് ക്ലീനാക്കി. പിന്നെ അതൊക്കെ വിട്ടു പോകുന്ന പോലെ ഇരിക്കുമായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് നേരെ വെച്ചു. പിന്നെ കുറേ വേസ്റ്റുകളുണ്ടായിരുന്നു. ചക്കക്കുരുവിൻ്റെയൊക്കെ കുറേ വേസ്റ്റുകളുണ്ടായിരുന്നു. ചക്കക്കുരുവൊക്കെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഉണങ്ങിപ്പോയതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആവശ്യമുള്ള കുരുവെല്ലാം ഞാൻ കൂടിനകത്തോട്ട് ആക്കുന്നുണ്ട്. കാരണം നമുക്ക് ഒരു നേരം കറി വെക്കാനില്ലെങ്കിലും ചക്കക്കുരു ഉണ്ടെങ്കിൽ ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് തേങ്ങ ഇടാതെയും തേങ്ങ ഇട്ടും എല്ലാം വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണല്ലോ ചക്കക്കുരു. അതുകൊണ്ട് ചക്കക്കുരുവൊക്കെ ഞാൻ കളയാതെ കൂടിനകത്തോട്ട് ആക്കുന്നുണ്ട്. ബാക്കിയൊക്കെ പിന്നെ കളഞ്ഞാലും കുഴപ്പമില്ലല്ലോ. പിന്നെ ചേനയൊക്കെയാണ് കേട്ടോ അവിടെ ഇരുന്ന് മുരടിച്ചിരിക്കുന്നത്. കാരണം ചേനയൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനം. എനിക്ക് അരിയാനും എനിക്ക് ഭയങ്കരമായിട്ട് ചൊറിയും കേട്ടോ ചേന എടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് അതൊക്കെ ക്ലീൻ ആക്കുന്നുണ്ട്. പിന്നെ അപ്പോഴത്തേനും നമ്മുടെ കറിയൊക്കെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോഴത്തേനും കറിയൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്നു. നല്ല പോലെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്നും കൂടി ഒന്ന് സെറ്റാക്കുവാണ്. പിന്നെ പച്ചവെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കണം കേട്ടോ. പച്ചവെളിച്ചെണ്ണ ചുറ്റും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ എണ്ണയൊക്കെ കുറച്ച് നന്നായിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ കടുകൊന്നും പൊട്ടിക്കുന്നില്ലല്ലോ അവിയലിനകത്ത്. അതുകൊണ്ട് എണ്ണയൊക്കെ പച്ചവെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിച്ച് കൊടുക്കണം. അപ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റൊക്കെ വരത്തുള്ളൂ. അപ്പോഴത്തേനും ഞാൻ അവിടെ എല്ലാം ക്ലീനാക്കി കഴിഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ നേരെ മുറ്റത്തോട്ട് ഇറങ്ങുവാണ് മുറ്റം അടിക്കാൻ. അപ്പോൾ എല്ലാം ക്ലീൻ ആക്കിയതുകൊണ്ട് തന്നെ മുറ്റം അടിക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. കാരണം എല്ലാ സ്ഥലത്തെയും കാടും അമ്മ പറിച്ചായിരുന്നു കേട്ടോ. കാരണം ആ പാമ്പിനെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഫുള്ളേ ക്ലീനിങ് ആണെന്ന് തന്നെ വേണേൽ പറയാം. നമ്മൾ തണ്ണിമത്തനാണ് സാധാരണ മത്തനാണോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ. തൊട്ട് താഴെ ഇരിക്കുന്ന ആ വെള്ള പെയിൻ്റ് അടിച്ച് വീട് കണ്ടോ, ആ വീട്ടിലെ ചേച്ചി കഴിഞ്ഞ ദിവസം വന്നിട്ട് നമ്മുടെ മത്തയിലേന്ന് മത്തങ്ങയൊക്കെ പറിച്ചുകൊണ്ട് പോയിട്ട്, പക്ഷേ മത്തങ്ങ പോട്ടെ മത്തയിലയൊക്കെ പറിച്ചുകൊണ്ട് പോയിട്ട് തോരനൊക്കെ വെച്ചെന്ന് പറഞ്ഞു, പയറൊക്കെ ഇട്ട് തോരൻ വെച്ചെന്ന് പറഞ്ഞു. അറിയത്തില്ല കേട്ടോ, നല്ലതാണെന്നൊക്കെ അവർ പറയുന്നു. നേരമൊന്നും നമുക്കറിയത്തില്ല. സാധാ മത്തയിലയാണെങ്കിൽ നമ്മൾ കറി വെക്കുന്ന, ഇതിൻ്റെ മത്തയില കറി വെക്കുമെന്നൊന്നും അറിയത്തില്ല. ഇത് തണ്ണിമത്തനാണോന്നും അറിയില്ല കേട്ടോ, സാധാ മത്തനാണോന്നും അറിയത്തില്ല. പിന്നെ അവിടെ 2 ചക്ക ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അത് അപ്പടി പോയ ചക്കയായിരുന്നേ. അപ്പോൾ അത് കവറിനകത്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അതങ്ങ് കളഞ്ഞേക്കാമെന്ന് ഓർത്ത് ഞാൻ എടുത്തിട്ടതേ അവൾ ചക്കാന്ന് പറഞ്ഞ് ഓടി വന്നു കേട്ടോ. അവളോർത്ത് കഴിക്കാനുള്ളതാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് കേടായിരുന്നത് ചക്കപ്പഴമായിരുന്നു കേട്ടോ. അത് അപ്പടി കേടായിരുന്നു. ഞാനപ്പോൾ അത് അപ്പുറത്തെ പറമ്പിലോട്ട് എടുത്തിട്ട് കേട്ടോ. അപ്പുറത്തെ പറമ്പെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വേസ്റ്റ് ഇടുന്നത് അവിടെയാണ് കേട്ടോ. കാരണം ചീഞ്ഞു പോകുന്ന സാധനങ്ങളെല്ലാം അവിടെ ആ സൈഡിൽ അങ്ങനെ ഇടും. അപ്പോൾ മുറ്റമൊക്കെ അടിച്ച് തീരാറായി കേട്ടോ. നമ്മൾ ആ സൈഡിലോട്ട് തന്നെയാണ് കേട്ടോ കൂട്ടുന്നത്. പിന്നെ ചക്ക ഇപ്പുറത്തേക്ക് വന്ന് കിടക്കുമായിരുന്നു കേട്ടോ. ഞാനതൊന്നും കൂടെ താഴോട്ട് എടുത്തിട്ടു. അപ്പോൾ എല്ലാം അടിച്ച് കൂട്ടുന്നുണ്ട്. ഇങ്ങനെ അവിടെ കിടന്ന് ഉണങ്ങി ചീഞ്ഞ് പോക്കുള്ളൂ കേട്ടോ. പുല്ലൊക്കെയാണല്ലോ, വേറൊന്നും അല്ലല്ലോ അങ്ങോട്ട് ഇടുന്നത്. വേറൊരു വേസ്റ്റ് ഞങ്ങൾ ഇടാറില്ല കേട്ടോ. ചീഞ്ഞ് പോകുന്ന എന്തെങ്കിലുമൊക്കെ ഇടാറുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ എനിക്ക് കൈയിടാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. കാരണം എവിടെയൊക്കെയാണ് പാമ്പുള്ളതെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ എന്തോ കൊച്ചിൻ്റെ ഏതാണ്ട് കിടക്കുന്ന പോലെ തോന്നിയിട്ട് ഞാൻ കൈയിട്ട് നോക്കിയതാണ് കേട്ടോ. അത് എന്തോ ആണെന്ന് തോന്നിയിട്ട് കൈയിട്ട് നോക്കിയതാണ്. അപ്പോൾ അടിച്ചു വാരിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ എല്ലായിടും തൂത്ത് വൃത്തിയാക്കി അടിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. മുറ്റമൊക്കെ അടിച്ച് കയറി വന്നപ്പോഴത്തേനും വേണ്ടേ പൊന്നാപ്പി പായൊക്കെ എടുത്ത് പൊതിച്ച് ഉറങ്ങാൻ പോകാമെന്നൊക്കെ പറഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാമെന്ന് മനസ്സിലായപ്പോൾ ആകെ ചെറിയ ചിരിയൊക്കെ വന്നു. ഇനിയിപ്പോൾ ഇവിടെ കുളിപ്പിക്കണം. പിന്നെ വേറെ പണിയൊന്നുമില്ല, അതുകൊണ്ട് തീർന്നു. പിന്നെ എനിക്ക് കുറച്ച് തുണി മടക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ അലക്കിയതാണ്. അപ്പോൾ ഞാൻ നല്ല മൂടെല്ലാം മടങ്ങി പെണ്ണും എൻ്റെ കൂടെ തുണിയൊക്കെ മടക്കാൻ കൂടിയുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ കട്ടിൻ്റെ ഇഴയെ കൂടെയൊക്കെ തോർത്തൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് തുണി ഉണങ്ങാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഫാൻ്റെ ചോട്ടിൽ കിടന്നാണ് തുണി ഉണങ്ങുന്നത്. അതുകൊണ്ട് ഒരുവിധം ഉണക്കാകുമ്പോഴത്തേനും പകുതിയൊക്കെ ഉണങ്ങി വെള്ളം തോർന്നൊക്കെ കഴിയുമ്പോഴത്തേനും പെരയ്ക്കകത്ത് എടുത്ത് ഇടുകയോ ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ ദേ പിന്നെ തുണിയൊക്കെ മടക്കി എടുത്ത് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോഴത്തേനും എൻ്റെ കയ്യിലെന്തോ പറ്റിയിരിക്കുന്നതെന്ന് തോന്നി കേട്ടോ. അപ്പോഴത്തേനും അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടായിരുന്നു കേട്ടോ കയ്യിലിരുന്നത്. അതെങ്ങനെ എൻ്റെ കൈ വന്നെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ വെച്ച് പിന്നെ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ്. തലയിൽ എണ്ണ വെക്കാമെന്ന് ഓർത്തു നമ്മുടെ ത്രത എടുത്തതേ എടുത്ത് വെക്കുവാണ്. ഇത് ഇങ്ങനെ ഇച്ചിരിച്ചാണ് കേട്ടോ വീഴുള്ളൂ. അപ്പോൾ അത് ത്രത എടുക്കുന്നുണ്ട്. ഞാൻ ഇന്നിപ്പോൾ ഇച്ചിരി എണ്ണയാണ് കേട്ടോ വെക്കുന്നുള്ളൂ, തലയിൽ കുറച്ച് എണ്ണയെ വെക്കുന്നുള്ളൂ. കാരണം ഈ ഓയിലിന് ഭയങ്കര വിലയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇച്ചിരിച്ചേ തൂക്കുന്നുള്ളൂ. പെട്ടെന്ന് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ലല്ലോ. അതുകൊണ്ട് കുറേശ്ശെയാണ് കേട്ടോ തേക്കുന്നത്. പിന്നെ അധികം മുടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് മതിയല്ലോ. എൻ്റെ തലമുടിക്ക് ഇച്ചിരി മതി കേട്ടോ. അപ്പോഴത്തേനും തലയിൽ എണ്ണയൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ തലയിൽ എണ്ണയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി പരിപാടിക്ക് പോയി. അതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ അലക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ സോപ്പ് കണ്ടില്ലായിരുന്നു ഗൈസ്. സോപ്പ് എൻ്റെ പാത്രത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ പാത്രത്തിലോട്ട് തുടയ്ക്കാനായിട്ട് ലോഷൻ എടുക്കാമെന്ന് വിചാരിച്ച് ചെന്നപ്പോഴാണ് നമ്മൾ സോപ്പ് കാണുന്നത്. അപ്പോൾ ലൈസോളൊക്കെ കുറച്ച് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് വലിയ കാര്യമായിട്ടൊന്നും തൂക്കാനും തുടയ്ക്കാനും ഒന്നും പോകുന്നില്ല. എനിക്കധികം നേരം കുഞ്ഞ് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ച് ലൈസോളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ബാത്റൂമിൽ കയറി വെള്ളമൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ പിടിക്കുന്നുണ്ട്. ബാത്റൂമിൽ കയറി വെള്ളം എടുക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ വെള്ളമൊക്കെ എടുത്തു. ജസ്റ്റ് ഒന്ന് തുടയ്ക്കുന്ന പോലെ ഒന്ന് ആക്കിയിട്ട് കേട്ടോ, തുടച്ച പോലെ ഒന്ന് ആക്കിയിട്ടു. അപ്പോഴത്തേനും കുഞ്ഞാപ്പി കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ റെഡിയായി നിൽപ്പുണ്ട്. ഇനി അവളെ ഒന്ന് കുളിപ്പിക്കണം. കുളിച്ചിട്ട് വേണം എനിക്ക് കുളിക്കാൻ. അപ്പോൾ നമ്മുടെ അവിയൽ കറിയൊക്കെ സെറ്റാക്കിയതൊന്ന് പോയി തുറന്നു നോക്കാൻ തോന്നി. ഞാൻ പോയി തുറന്നു നോക്കിയതാണ് കേട്ടോ അത്. പിന്നെ ഇത് നമ്മുടെ വീട്ടിലെ പട്ടിയല്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ എപ്പോഴെന്ന് പറഞ്ഞാൽ വരുന്ന ഒരു പട്ടിയാണ് കേട്ടോ. പക്ഷെ അവൾക്ക് നല്ല സ്നേഹമാണ് കേട്ടോ. നമ്മളെങ്ങോട്ടേലൊക്കെ പോയ പുറകെയൊക്കെ വരും. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേന് ചേട്ടായും ഫുഡ് കൊടുക്കും, ഞാനും ഫുഡൊക്കെ കൊടുക്കുന്ന പട്ടിയാണ് കേട്ടോ. ഞാൻ അവളോട് വർത്തമാനം പറയുമ്പോഴാണ് കേട്ടോ അവൾ വാലാട്ടുന്നത്. ഞാനിത് ഓൺ വോയിസ് ചെയ്യാത്തതെന്നു വെച്ചാൽ നമ്മൾ TV വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവളോട് സംസാരിക്കുമ്പോഴാണ് അവൾ ഈ വാലിട്ടാട്ടുന്നത്. അപ്പോൾ ഇന്നൊന്നും കൊടുക്കാനില്ലായിരുന്നു കേട്ടോ. ഉച്ച കഴിഞ്ഞിട്ടാണ് മീൻ മേടിച്ചുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും കൊടുക്കാനൊന്നുമില്ല അവൾക്ക്. അപ്പോൾ ഇങ്ങനെ വന്ന് കുറേ നേരം വന്ന് കിടക്കും കേട്ടോ. എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് ഓർത്ത് വന്ന് കിടക്കുന്നതാണ്. പക്ഷെ ഇന്നൊന്നും കൊടുക്കാനില്ലായിരുന്നു. പിന്നെ അവളെ ഞാൻ കുളിപ്പിച്ചൊക്കെ ഇരുത്തിയിട്ട് ഇനി ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അപ്പോഴത്തേ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒരു മേക്കപ്പ് ഇടുവാണ് കേട്ടോ. കൂടുതൽ മേക്കപ്പൊന്നും ഇല്ല. കൊച്ചിൻ്റെ ഒരു പൗഡറും സിന്ദൂരവും തൊടും, അത്രയൊക്കെയുള്ള എൻ്റെ വീട്ടിൽ ഇരിക്കുമ്പോഴുള്ള മേക്കപ്പ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് മേക്കപ്പ് ഇടുന്നുണ്ട്. മേക്കപ്പല്ല, പൗഡർ ഇടുന്നുണ്ട്. പിന്നെ മുടിയൊക്കെ ആണെങ്കിലും കൈകൊണ്ട് ഇങ്ങനെ ചീവി എടുത്തോളൂ കേട്ടോ. അതായത് നമ്മൾ ചീപ്പ് വെച്ചിട്ടൊന്നും ഉയരത്തില്ല, അല്ലാണ്ടൊന്നും ഉയരത്തില്ല. പിന്നെ ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഒന്ന് കെട്ടും, അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ജസ്റ്റ് അലമാരിയൊക്കെ ഒന്ന് അടച്ച് അത് തുറന്നിരിക്കുന്ന പോലെ തോന്നിയപ്പോൾ ജസ്റ്റ് ഒന്ന് അടയ്ക്കുകയൊക്കെ ചെയ്തു. പിന്നെ തുണിയൊക്കെ അലക്കിട്ടേക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി മഴയാണ് ഗായ്സ്, തുണി എടുക്കണോ വേണ്ടയോ എന്നിങ്ങനെ ശങ്കിച്ച നിൽക്കുന്നു. ചെറിയ തൂളലേ ഉള്ളൂ കേട്ടോ. ചിലപ്പോൾ ഞാൻ എടുത്തു കഴിയുമ്പോഴത്തേനും ഈ തൂളലങ്ങ് പോവുവേ. അതുകൊണ്ട് ഞാനിങ്ങനെ എടുക്കണോ വേണ്ടയോ എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. കുളിയൊക്കെ കഴിഞ്ഞിട്ട് ടാറ്റയൊക്കെ പറഞ്ഞ് ഫ്ലൈങ് കിസ്സൊക്കെ അടിച്ച് പോയതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നാൽ വീഡിയോ ഇപ്പോൾ കെട്ടിയോ മീനുമായിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ മീനിൻ്റെയും കൂടെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മേടിച്ചുകൊണ്ട് വന്നത് വരാലാണ് കേട്ടോ. നമുക്കിത് കറിയും വെക്കണം, ഒരെണ്ണം വറുക്കുകയും ചെയ്യണം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ വറുക്കാനുള്ളതൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കറി വെക്കണം കേട്ടോ. വറുക്കുകയും ചെയ്യണം, കറിയും വെക്കണം. ഞാൻ കറി അങ്ങനെ കൂട്ടത്തില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. കറിയും തീയലോട്ട് ഞാൻ ആക്കിയിട്ടുണ്ട്. അതായി കഴിഞ്ഞപ്പോഴത്തേനും അടുപ്പിലോട്ട് തന്നെ വരാൽ വറുക്കാനും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിയൊക്കെ ആയപ്പോഴത്തേനും ഞാൻ ചോറിനുമാണ് വരാൽ കറി, നമ്മുടെ അവിയലും നമ്മുടെ മീൻ വറുത്തത് എടുത്തില്ല കേട്ടോ. മീൻ വറുത്തത് തീയലായിരുന്നു. അപ്പോഴത്തേനും ഞാൻ ഈ ഫേസ്ബുക്കിലേക്കും കൂടെ ഒരു വീഡിയോ ഇടാൻ വേണ്ടി ഷോർട്സ് വീഡിയോ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോഴത്തേനും അതെല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പും കൂടെ ഒന്ന് ഒഴിക്കുന്നുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ചേട്ടായി നേരത്തെ കഴിച്ചായിരുന്നു. മീൻകറി വെക്കുന്നതിന് ഇപ്പുറം തന്നെ ചേട്ടായി കഴിച്ചായിരുന്നു കേട്ടോ. ചേട്ടായി കഴിച്ചിട്ട് പോയി. അപ്പോഴത്തേനും ഞാൻ അടുത്തത് കഴിക്കാൻ പോവാണ്. കൊച്ചിനും കൂടെ കൊടുക്കണം. മീൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മീൻ വറുത്തതും കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ ഉണ്ണാൻ പോവാണേ. എന്നിട്ട് കിടന്നുറങ്ങും. ഓക്കേ.